Hi guys and welcome to my YouTube channel. In this video, I'm gonna tell you the actual context where we can use the terminologies go, go to, go on and go for. നമ്മൾ പല സിറ്റുവേഷനിലും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഗോ, ഗോ ഓൺ, ഗോ ടു, ഗോ ഫോർ. എന്നാൽ ഇത് എവിടൊക്കെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്താനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ഈ ടെർമിനോളജീസ് എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്ന് പഠിക്കുക. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഗോ. ഗോ മാത്രം, അതായത് ഗോയുടെ കൂടെ പ്രപ്പോസിഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഗോ മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന കേസസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതാണ് ഗോ ഹോം. അതായത് ഹോമിൻ്റെ കൂടെ നമ്മൾ ഗോ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ നീഡ് ടു സേ ഞാൻ വീട്ടിൽ പോവാണ്, എങ്ങനെ പറയും? ഐ ആം ഗോയിങ് ടു ഹോം എന്ന് പറഞ്ഞാൽ അത് ഇൻകറക്റ്റാണ്. എവിടെയാണോ ഹോം വരുന്നത്, അതായത് നമ്മൾ വീട്ടിലോട്ട് പോവുക അല്ലെങ്കിൽ വീട്ടിൽ പോയി എന്നൊക്കെ പറയണമെങ്കിൽ ഐ ആം ഗോയിങ് ഹോം അല്ലെങ്കിൽ ഹി വെൻറ്റ് ഹോം അങ്ങനെയാണ് പറയേണ്ടത്. ഇനി നെക്സ്റ്റ് കേസാണ് ഗോ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് ഗോ എബ്രോഡ്. അതായത് എബ്രോഡ്, പുറത്തു പോവുക. എബ്രോഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് അത് വരുമ്പോൾ നമ്മൾ ഗോ എബ്രോഡ് എന്നേ പറയാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് എബ്രോഡ് അല്ലെങ്കിൽ നീരജ് ഈസ് ഗോയിങ് എബ്രോഡ് ടുമോറോ. സൂരജ് വെൻറ്റ് എബ്രോഡ് യെസ്റ്റർഡേ. അപ്പോൾ എബ്രോഡ് വരുന്ന കേസിലും ഹോം വരുന്ന കേസിലും നമ്മൾ ഗോ കഴിഞ്ഞ് ആ ഒരു ടേം പറയുക. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഗോ ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നമ്മൾ പറയുന്ന കേസിൽ ഫിഷിങ്ങിന് പോവാണ് അല്ലെങ്കിൽ ഫിഷിങ്ങിന് പോയി എന്നൊക്കെ പറയുന്ന കേസിലും ഗോ ഫിഷിംഗ് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. മൈ ഫാദർ ലവ്സ് ടു ഗോ ഫിഷിംഗ്. എൻ്റെ ഫാദറിന് ഫിഷിങ്ങിന് പോകാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഐ വെൻറ്റ് ഫിഷിംഗ് യെസ്റ്റർഡേ. അനദർ എക്സാമ്പിൾ, ലെറ്റ്സ് ഗോ ഫിഷിംഗ് ദിസ് വീക്കെൻഡ്. സോ ഹോം, എബ്രോഡ്, ഫിഷിംഗ് ഈ ടെർമിനോളജീസ് വരുന്ന കേസിൽ യു ക്യാൻ യൂസ് ഓൺലി ഗോ. ഇനി ഫോർത്ത് വണ്ണാണ് ഗോ ബ്ലൈൻഡ് ഓർ ഗോ ഡഫ്. ബ്ലൈൻഡ്, ഡഫ് ഈ കാര്യങ്ങൾ പറയുമ്പം ഗോ ബ്ലൈൻഡ് അല്ലെങ്കിൽ ഗോ ഡഫ് എന്നാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഷീ വെൻറ്റ് ബ്ലൈൻഡ് അറ്റ് ഏജ് 67. മൈ ഗ്രാൻഡ് മദർ ഈസ് ഗോയിങ് ഡഫ്. ആൻഡ് ദി ലാസ്റ്റ് കോണ്ടെക്സ്റ്റ് where we can use only go is go right or go left. ഈ ഡിറക്ഷൻസ് പറയുക, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റിലോട്ട് പോവുക അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോവുക എന്ന് പറയണമെങ്കിൽ ഗോ റൈറ്റ് അല്ലെങ്കിൽ ഗോ ലെഫ്റ്റ് എന്നേ പറയാൻ പാടുള്ളൂ. ഡു നോട്ട് സേ ഗോ ടു റൈറ്റ് ഓർ ഗോ ടു ലെഫ്റ്റ്. സോ ഇതൊക്കെയാണ് ഗോ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന കോണ്ടെക്സ്റ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഗോ ടു. ഗോ ടു എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഗോ ടു നെയിം ഓഫ് ദി പ്ലേസസ്. അതായത് നമ്മളിപ്പം ഒരു പ്ലേസിൻ്റെ നെയിം മെൻഷൻ ചെയ്യുന്ന അവസരത്തിൽ, ഉദാഹരണത്തിന് അവൻ ബോംബെക്ക് പോയി, ഹി വെൻറ്റ് ടു ബോംബെ. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഡൽഹി നെക്സ്റ്റ് വീക്ക്. മനസ്സിലായില്ലേ? ആ ഒരു എക്സാക്റ്റ് പ്ലേസിൻ്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ഞാൻ ആ സ്ഥലത്തോട്ട് പോവുകയാണ് എന്ന് പറയണമെങ്കിൽ ഗോ ടു നെയിം ഓഫ് ദ പ്ലേസ്. നെക്സ്റ്റ് വണ്ണാണ് ഗോ ടു ബെഡ്. ബെഡ്, അതായത് നമ്മൾ കിടക്കാൻ പോവുക എന്ന് പറയുന്നത് ഗോ ടു ബെഡ് എന്നാണ്. ഗോ ടു ബെഡ്. ഐ ആം ഗോയിങ് ടു ബെഡ് ബിക്കോസ് ഐ ആം റിയലി ടയർഡ്. ഷീ വെൻറ്റ് ടു ബെഡ് അറ്റ് 10 o'clock യെസ്റ്റർഡേ. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഗോ ടു സ്കൂൾ. സ്കൂളിലോട്ട് പോവുക എന്ന് പറയണമെങ്കിൽ നമ്മൾ ഗോ ടു ആണ് യൂസ് ചെയ്യേണ്ടത്. ഗോ ടു സ്കൂൾ. ഐ ആം ഗോയിങ് ടു സ്കൂൾ ഓർ ഹി ഗോസ് ടു സ്കൂൾ അറ്റ് 8 o'clock. ഇനി ഫോർത്ത് വണ്ണാണ് ഗോ ടു ജയിൽ. ജയിൽ, ജയിൽ എന്ന് പറയുന്ന ആ ഒരു നൗൺ യൂസ് ചെയ്യുമ്പോഴും ഗോ ടു വേണം. ജയിലിലോട്ട് പോയി അല്ലെങ്കിൽ ജയിലിലോട്ട് പോവുക എന്ന് പറയണമെങ്കിലും ഗോ ടു ജയിൽ. ഹി വെൻറ്റ് ടു ജയിൽ ഫോർ സ്നാച്ചിങ് ദി നെക്ലേസ് ഓഫ് എ ലേഡി. സ്നാച്ചിങ് എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കുക. സോ ഗോ ടു ജയിൽ. ആൻഡ് ദി ഫൈനൽ വൺ ഇസ് ഗോ ടു വർക്ക്. ജോലിക്ക് പോവുക എന്ന് പറയണമെങ്കിൽ ഗോ ടു വർക്ക്. ഐ ആം ഗോയിങ് ടു വർക്ക്. She goes to work at 8:30 every day. I have to go to work today. So ഇത്രയുമാണ് ഗോ ടു വരുന്ന കോണ്ടെക്സ്റ്റ്. ഇനി നെക്സ്റ്റ് മെയിൻ കാറ്റഗറിയാണ് ഗോ ഫോർ. ഗോ ഫോർ എവിടേക്കാണ് വരിക? ഫസ്റ്റ് വൺ ഇസ് go for a ride or go for a drive. Let's go for a night drive or let's go for a ride. Second one is go for a swim.
സ്വിമ്മിങ്ങിന് പോയാലോ, ലെറ്റ്സ് ഗോ ഫോർ എ സ്വിം. തേർഡ് വൺ ഇസ് ഗോ ഫോർ എ വോക്ക്. നടക്കാൻ പോവുക, അതിന് ഗോ ഫോർ എ വോക്ക് എന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. ഇത്രയാണ് ഗോ ഫോർ യൂസ് ചെയ്ത് പറയേണ്ട കേസസ്. ഇനി ലാസ്റ്റ് വൺ ഇസ് ഗോ ഓൺ. വെയർ ടു യൂസ് ഗോ ഓൺ. ഫസ്റ്റ് വൺ ഗോ ഓൺ എ ട്രിപ്പ്. നമ്മൾ ട്രിപ്പ് പോകുന്നതിന് ഗോ ഓൺ എ ട്രിപ്പ് എന്നാണ് പറയേണ്ടത്. I'm going on a trip tomorrow. I went on a trip to Delhi last summer. Next one is go on an adventure. Adventure means it's an activity which includes lots of risk, lots of danger. I will go on an adventure tomorrow. So these are the contexts where we can use go on, go to, and go for. So I hope this video is really useful for you. And if you like this video, please like, share, and subscribe to my channel.